തൊട്ടു മുമ്പേയുള്ള 2 സൂറത്തുകൾ പറഞ്ഞത് പൊങ്ങച്ചം നടിക്കുന്ന ആളുകൾക്ക് നാശം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടാണ്. ദുനിയാവിൽ പലതിൻ്റെയും പേരിൽ പൊങ്ങച്ചം നടിക്കുന്ന ആളുകൾ അവർക്ക് നാശം. അതിനുശേഷം പറഞ്ഞു വെച്ചത് കാലം സാക്ഷി മനുഷ്യൻ നഷ്ടത്തിലാണ്. കാലഘട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഒഴിവാകുന്ന ആളുകൾ ആരാണ് എന്നും പറഞ്ഞു. ഈ കാലം തന്നെയാണ് സത്യം, മനുഷ്യൻ നഷ്ടത്തിലാണ്. പിന്നീട് പറഞ്ഞത് ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്, സൂറത്തുൽ അസ്ർ. പിന്നെ പറയുന്നത് നാശകാരികളായ ആളുകളെ കുറിച്ചാണ്. ആരാണ് ഈ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മനുഷ്യർ, അല്ലെങ്കിൽ നാശം പിടിച്ചുപോയ മനുഷ്യർ. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് നമുക്ക് പറഞ്ഞു തരുകയാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം, നരകം, താക്കീത്, ശിക്ഷ, ഇങ്ങനെ പല അർത്ഥത്തിൽ ഉപയോഗിച്ചത് കാണാം. അല്ലാഹു തആല ഒരു വിഭാഗത്തിന് നാശം എന്ന് പറയുമ്പോൾ അത് ചെറിയ ഒരു വാക്കല്ല. നീ നാശം പിടിച്ചു പോകും, അല്ലെങ്കിൽ ഇന്ന സ്വഭാവ ഗുണങ്ങളുള്ളയാൾ നശിച്ചു പോയിരിക്കുന്നു, അവൻ പോകുന്ന പോക്ക് നാശത്തിലേക്കാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മിൽ അത്തരം ദുർഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഇതൊക്കെ പഠിക്കുന്ന ബറക്കത്ത് കൊണ്ട് അത്തരം ദുർഗുണങ്ങളെ തൊട്ടെല്ലാം നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. 2 വിഭാഗം ആളുകളെ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചു. ആർക്കാണ് നാശം എന്ന് അല്ലാഹു തആല പറഞ്ഞത്? കുത്തുവാക്കു പറയുന്ന ആൾ, അവഹേളിക്കുന്ന ആൾ. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു ഹുമസ, ലുമസ, ഈ 2 വാക്കിലൂടെയും നാവുകൊണ്ട് ഒരാളെ അവഹേളിക്കുന്നവർ, കണ്ണുകൊണ്ട് ആംഗ്യത്തിലൂടെ ഒരാളെ അവഹേളിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിധേന മറ്റൊരാളെ കുത്തിപ്പറയുകയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യുന്ന എല്ലാ ഇനങ്ങളും ഇതിൽ പെട്ടുകഴിഞ്ഞു എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുകയാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തിപ്പറയുന്ന ആൾ, അവഹേളിക്കുന്നയാൾ, ഏഷണി പറയുന്നയാൾ, 4 ആള് കൂടിയിരിക്കുന്ന ഇടത്ത് നാവിന് നിയന്ത്രണമില്ലാത്തവൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകളുടെ കാലാണല്ലോ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അതിൽ പെട്ടുപോകരുത്, നാശം എന്നാണ് ഖുർആൻ പറഞ്ഞത്. 4 ആളെ കാണുമ്പോൾ എല്ലാ പരിധിയും മറക്കുക, ആരുടെയും അഭിമാനം പിച്ചിച്ചീന്ത, ഏത് ഏഷണിയും പറയാ, ഏത് പരദൂഷണവും പറയാ, ഏത് വാട്സപ്പ് ഗ്രൂപ്പിലും ആരെക്കുറിച്ചും എന്തൊക്കെയോ പറയാൻ കഴിയോ അതെല്ലാം പറയാ. ഇതെല്ലാം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹു നാശം എന്ന് പറഞ്ഞു, ഇനി അതിന്റെ അപ്പുറത്തേക്ക് പിന്നൊന്നും പറയാനില്ല. സൃഷ്ടാവായ റബ്ബ് തന്നെ നാശം എന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ കുത്തിപ്പറയുന്ന ഒരാൾക്ക് വേദനിക്കുമെന്ന് നമുക്കറിയാം, എന്നിട്ടും നമ്മൾ അയാളെ കുത്തിപ്പറഞ്ഞു. അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ വെച്ചല്ല, അയാളുടെ പിന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അയാൾ പോയപ്പോൾ ആംഗ്യത്തിലൂടെ പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തങ്ങളായ അവഹേളനങ്ങളും കുത്തുവാക്കുകളും ഏഷണികളും ഗീബത്തും നമീമത്തും എല്ലാം ഈ ഒരു പദത്തിൽ അല്ലെങ്കിൽ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ കുത്തിപ്പറയുന്ന ആളും ഏഷണി പറയുന്നവനും അവന് നാശം എന്ന് ഖുർആൻ. അല്ലദീ ജമഅ മാലം വഅദ്ദദ. പിന്നെയോ ധനം ശേഖരിക്കുന്ന, സമ്പത്തിനെ ശേഖരിക്കുകയും അതിങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. സമ്പത്തുണ്ടാവുന്നതും പൈസ എണ്ണി നോക്കുന്നതും തെറ്റാണ് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സമ്പത്ത് വേണം, ഒരാൾ പൈസ തന്നാൽ അത് എണ്ണി നോക്കണമല്ലോ, അതൊന്നും അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സമ്പത്തിനെ സ്വരുക്കൂട്ടുകയും അത് എണ്ണി നോക്കുകയും ചെയ്യുന്ന ആൾ, അതിലൂടെ അയാളുടെ മനസ്സിലുള്ളത് എന്താണ്? എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം. ആ മെന്റാലിറ്റിയാണ് ഖുർആൻ ഇവിടെ വിമർശിക്കുന്നത്. എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഇങ്ങനെ നോട്ടെണ്ണുന്നതിൻ്റെ ഇടയിലുള്ള ചിന്ത എന്താ? എൻ്റെ കയ്യിൽ മതിയായ പൈസയുണ്ട്, എനിക്കിനി ആരെയും എന്തും പറയാം, എന്തും ചെയ്യാം, എന്തും കാണിക്കാം, എന്തും പ്രവർത്തിക്കാം, ഏത് അഹങ്കാരവും ഏത് ധിക്കാരവും എനിക്ക് ചെയ്യാവുന്നതാണ്. കാരണം എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്. അതാണ് അല്ലദീ ജമഅ മാലം വഅദ്ദദ. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണുകയും, ആ എണ്ണുന്നതിന്റെ ഇടയിൽ ബാക്കിയുള്ളവരോടൊക്കെ ഒരു പുച്ഛമുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്.
എന്റെ കയ്യിൽ സമ്പത്തുണ്ട് എന്നൊരു വിചാരം. യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഈ സമ്പത്ത് കൊണ്ട് അവൻ വിചാരിക്കുന്ന ഒരു വിചാരം, അവൻ കരുതുന്നത് എന്റെ കയ്യിൽ സമ്പത്തുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ശാശ്വതമായിരിക്കുമെന്നാണ്, എനിക്കൊരു പ്രശ്നവും വരാനില്ല, ഞാനിവിടെ സേഫാണ് എന്നാണ് അവന്റെ ചിന്ത. യഹ്സബു അന്ന മാലഹു അഖ്ലദ. അതായത് നടക്കാത്തൊരു വിചാരാണത്. എന്റെ കയ്യിൽ സമ്പത്തുണ്ട്, ആ സമ്പത്ത് എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ശാശ്വതമായിരിക്കും, എനിക്കൊരു പ്രശ്നം വരാനില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ പ്രയാസങ്ങളിൽ പെടും, ഞാനൊരു പ്രയാസത്തിലും പെടില്ല. കാരണം എന്താണ്? എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പല പ്രശ്നങ്ങളും വന്നേക്കാം, പക്ഷെ എനിക്കങ്ങനൊന്നും വരാനില്ല എന്ന ഒരു ചിന്ത. അപ്പൊ അല്ലദീ ജമഅ മാലം വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. സമ്പത്ത് ഒരു കൂട്ടി വെക്കുകയും അതിങ്ങനെ എണ്ണി അതിന്റെ പവറിൽ ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുക. എനിക്ക് രോഗം വന്നാൽ എന്താ? എനിക്ക് പ്രയാസമൊന്നുമില്ല, എനിക്ക് ചികിത്സിക്കാൻ ഇവിടെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സിക്കാൻ എനിക്കൊരു പ്രയാസമില്ല, എന്റെ കയ്യിൽ സമ്പത്തുണ്ടല്ലോ, എനിക്ക് പട്ടിണി വരാനില്ല, എനിക്ക് പ്രയാസങ്ങളൊന്നും വരാനില്ല എന്നുള്ള ഒരു വിചാരം. പക്ഷെ ആ വിചാരം വെറുതെ ആണെന്നാണ് ആ പദത്തിലൂടെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. യഹ്സബു അന്ന മാലഹു അഖ്ലദ. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുക, സമ്പത്തിന്റെ മേൽ അഭിരമിക്കുക, സമ്പത്ത് കൊണ്ട് ദുർചിന്തകൾ കൽബിലേക്ക് കൊണ്ടുവരിക, ഞാനിവിടെ വലിയ ആളാണ് എന്ന ചിന്തയിലേക്ക് വരിക. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏത് കാര്യം വന്നാലും ഇത് മതിയായതാണ് എന്ന് സമ്പത്തിനെ കരുതി വെക്കുക. എനിക്ക് ഏത് കാര്യം വന്നാലും ഏത് പ്രശ്നം വന്നാലും സമ്പത്തുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകും. പക്ഷേ അത് വെറുതെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വിചാരങ്ങളൊക്കെ വെറുതെയാണ്. ഇവിടെ അതിസമ്പന്നന്മാരായ മനുഷ്യർ നേരത്തെയും ജീവിച്ചിരുന്നു. എനിക്ക് സമ്പത്തുള്ളത് കൊണ്ട് ഏത് തെറ്റും ചെയ്യാം, ഹറാമാവൂല. ഒരു ഹലാലും അല്ലെങ്കിൽ ഒരു ഹറാമും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ബാധകമല്ല എന്ന് തോന്നുന്ന ഇടത്തേക്ക് എത്തുക. ഹറാമും ഹലാലും ഒക്കെ ഇപ്പോൾ ആർക്കുള്ളത്? അത് പള്ളിയിൽ പോകുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്മാർക്കുള്ളതാണ് ഹറാമും ഹലാലും ഒക്കെ. ഹറാമും ഹലാലും ഒന്നും എനിക്ക് ബാധകമല്ല, അങ്ങനെ ഒരു ചിന്ത പല ആളുകൾക്കും ഉണ്ട്. കാരണം ഞാൻ മഹലിലെ സമ്പന്നനാണല്ലോ. നമ്മുടെ നാട്ടിലെ കാര്യമല്ല, എല്ലായിടത്തെയും കാര്യം വെച്ച് പറയാണ്. ഞാൻ സമ്പന്നനാണല്ലോ, എൻ്റെ കയ്യിൽ യഹ്സബു അന്ന മാലഹു അഖ്ലദ. എന്നെ ആര് ചോദ്യം ചെയ്യും? പള്ളിയിൽ ഉസ്താദ് ചോദ്യം ചെയ്യോ? എന്നാ അയാൾക്ക് ജോലി ഉണ്ടാവില്ല. പള്ളി കമ്മിറ്റി ചോദ്യം ചെയ്യോ? എന്നാ പിന്നെ അടുത്ത തവണ നമുക്ക് കാണാം, കൊടുക്കാൻ നേരത്ത് കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ സമ്പന്നനായതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യില്ല, എനിക്ക് എന്ത് ഹറാമും ചെയ്യാം. എനിക്ക് ആ ഹറാമോ ഹലാലും ഒക്കെ ഈ പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലെ പള്ളി വരുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ ഇതിൽ നിന്നൊക്കെ ഒഴിവാണ് എന്നൊരു ചിന്ത. യഹ്സബു അന്ന മാലഹു അഖ്ലദ. അങ്ങനെയുള്ള ചിന്ത ഉണ്ടോ? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. നാശം പിടിച്ചു പോകുമെന്ന് അല്ലാഹു പറഞ്ഞവരുടെ കൂട്ടത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു സമ്പന്നനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഇസ്ലാമിക നിയമങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് പറഞ്ഞതുപോലെ പറയാൻ പലപ്പോഴും പല പരിമിതികളിലേക്ക് ജനങ്ങൾ വരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഹറാമും അതിൻ്റെ പേരിൽ ഹലാലാവുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് എന്നതുകൊണ്ട് എനിക്ക് ഉദാഹരണം പറയാം, നമ്മുടെയൊക്കെ കൈ പൈസ ഉള്ളത് കൊണ്ട് ആണുങ്ങൾ ആരെങ്കിലും സ്വർണം ധരിച്ച ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഒരു സ്വർണ്ണമോതിരമൊക്കെ വാങ്ങിയിടാൻ പൈസ ഇല്ലാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ അൻസാറിൻ്റെ കയ്യിലുണ്ടോ? സ്വർണ്ണമോതിരം ഉണ്ടോ? സ്വർണ്ണമോതിരം ധരിച്ച ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. എന്തുകൊണ്ടാണ്? അല്ലാഹു തആല അത് നമുക്ക് ഹലാലാക്കിയിട്ടില്ല. പുരുഷൻ അത് ഹലാലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അല്ലാതെ ഇടാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മളടുത്ത് സമ്പത്തുണ്ട്, വേണേ 2 മാലയൊക്കെ ഇട്ട് വന്ന് സുബഹിക്ക് നിസ്കരിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിനെയാണ് അവിടെ നമ്മൾ മുൻനിർത്തിയത്. അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ മുൻനിർത്തുക. ചില ആളുകൾ വിചാരിക്കുക എൻ്റെ കയ്യിൽ ഇതൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പലതും ഹലാലാണ്, അല്ലെങ്കിൽ ഹറാമുകൾ പലതും എൻ്റെ മുമ്പിൽ ഒഴിവാണ് എന്ന് വിചാരിക്കും. ആ വിചാരം വേണ്ട. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഈ സമ്പത്ത് കൊണ്ട് ഞാനിവിടെ ശാശ്വതമായി ജീവിക്കുമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ സുഖാഡംബരങ്ങൾ സൃഷ്ടിക്കുമെന്നോ ഒക്കെ വിചാരിക്കുന്ന വിചാരം ഉണ്ടല്ലോ, അത് വേണ്ട. അത് വെറുതെയാണ് ആ വിചാരം. കാരണം ദുനിയാവ് വലിയ വലിയ സമ്പന്നരെ കണ്ടതാണ്. ഭൂമിയുടെ മേലെ ജീവിച്ചവരിൽ വലിയ സമ്പന്നനായിരുന്നല്ലോ ഫറോവ കിടന്നിരുന്ന കട്ടിലുകളും ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ കസേരകളും ഇന്നുണ്ട്. സ്വർണ്ണക്കട്ടികൾ വിലമതിക്കാത്തത് ഇന്നും ഫറോവ ഉണ്ടോ? ഫറോവമാരില്ല. ഫറോവമാർ ഉപയോഗിച്ചിരുന്നത് പലതും
അതിൻ്റെ ഓരോന്നും എടുത്ത് വിലമതിച്ചാൽ ഓരോ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ തന്നെ മുഴുവനായി മാറ്റിമറിക്കാൻ പറ്റിയ അത്ര വലിയ കരുതൽ ശേഖരം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയിൽ കണക്ക് കൂട്ടിയാൽ തീരാത്ത സമ്പത്തുണ്ട്. സ്വരുക്കൂട്ടിയ രാജാക്കന്മാരൊക്കെ ഇവിടെ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അങ്ങനെ ഉണ്ടാക്കി വെച്ചവർ എത്രയുണ്ടായിരുന്നു? ഹാമാനും ഖാറൂനും. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ എത്രയോ സമ്പന്നർ ദുനിയാവിന്റെ മേലെ എല്ലാം വെച്ചിട്ട് ഇത് ഞങ്ങൾക്കിതും മദീന്ന് കരുതിയവരൊക്കെ പോയില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ 3 കണ്ടം തുണി കൊണ്ടല്ലാതെ പിന്നെ എന്തും കൊണ്ടാണ് ഇവിടുന്ന് പോവുക? അതിനപ്പുറം ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അപ്പൊ സമ്പത്ത് ദുനിയാവിൽ ജീവിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. സമ്പത്ത് ഉണ്ടാവണം. അള്ളാഹുവിനോട് പടച്ചവനെ മറ്റൊരാളോട് കൈനീട്ടാത്ത തരത്തിലുള്ള സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമുക്കൊക്കെ ഹലാലായ സമ്പത്ത് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അതിനാഗ്രഹിക്കുകയും ദുആ ചെയ്യുകയൊക്കെ ചെയ്യാം. മഹാന്മാരായ സ്വഹാബിമാരങ്ങനെ ആയിരുന്നു. സമ്പത്ത് ഹലാലായത് വർദ്ധിച്ചു കിട്ടാൻ ദ്വാരക്കാം, അതിനൊന്നും തെറ്റില്ല. പൈസ എണ്ണി നോക്കുന്നതിൽ തെറ്റില്ല. അതല്ല ഈ പറഞ്ഞതിന്റെ മർമ്മം. മറിച്ച് ഇതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കിനി ഒരു പ്രശ്നവും വരാനില്ല എന്ന തരത്തിലേക്ക് നമ്മുടെ ചിന്ത മാറിയാൽ അടുത്ത ആയത്ത് കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഇങ്ങനൊക്കെ ദുനിയാവിൽ ഈ വിചാരങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നിസ്സംശയം കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, അവനെ അല്ലാഹു തആല ഹുതമ എന്ന നരകത്തിലേക്ക് നിസ്സാരനായി വലിച്ചെറിയും. വളരെ കടുപ്പുള്ള വർത്താനാണ് പിന്നെ പറഞ്ഞത്. യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഈ ഏഷണി പറയുന്നവൻ, പരദൂഷണം പറയുന്നവൻ, കുത്തുവാക്ക് പറയുന്നവൻ, അവഹേളിക്കുന്നവൻ, 4 ആള് കൂടിയപ്പോ നാവിന് നിയന്ത്രണമില്ലാത്തവൻ, സമ്പത്ത് കൊണ്ട് എന്ത് ഹറാമും ചെയ്യാമെന്ന് കരുതിപ്പോയവൻ, ഞാൻ സമ്പന്നനായതുകൊണ്ട് ഏത് ഹറാമും പറ്റുമെന്ന് കരുതിയവൻ, അതുപോലെ ആ സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കാമെന്ന് കരുതിയവൻ, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, അവനെ നിസ്സംശയം നിസ്സാരനായി നരകത്തിന്റെ തീയിലേക്ക് ഹുതമയിലേക്ക് വലിച്ചെറിയുമെന്ന് ഖുർആൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലയുംബദന്ന എന്ന പ്രയോഗം വെറുതെ വലിച്ചെറിയുന്നല്ല, അവനെ നിസ്സാരനാക്കിക്കൊണ്ട് വലിച്ചെറിഞ്ഞു കളയും. അവനെ വെറും നിസ്സാരനാക്കിക്കൊണ്ട് അല്ലാഹു തആല ഹുതമയിലേക്ക് വലിച്ചെറിയും. വമാ അദ്റാക മൽ ഹുതമ, ഹബീബായ നബിയെ ഹുതമ എന്താണെന്നറിയുമോ? വമാ അദ്റാക മൽ ഹുതമ. ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നമ്മുടെ കൽബിലേക്ക് വരാം. ഹുതമ എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകത്തിന്റെ പല പേരുകളിൽപ്പെട്ട ഒരു പേരാണെന്നും നരകത്തിന്റെ പല കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടമാണെന്നും താഴ്വാരങ്ങളിൽപ്പെട്ട ഒരു താഴ്വാരമാണെന്നുമെല്ലാം മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കുറിക്കുന്ന ആയത്തുകൾ കേൾക്കുമ്പോൾ അവിടുന്ന് നരകത്തെ തൊട്ട് കാവൽ തേടിയിരുന്നു. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതുന്ന സമയത്ത് നമ്മൾ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതുമ്പോൾ സ്വർഗത്തിനെ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ നരകത്തിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ പറയുന്നത് അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നതും. നമുക്കൊക്കെ നരകത്തിൽ പോകാനാണെങ്കിൽ ഇതിനൊന്നും ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, പോയാൽ പോരെ. അള്ളാഹു അതിനെ തൊട്ടൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിച്ചെറിയുമെന്ന് പറഞ്ഞ നരകം കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, നിസ്സംശയം വളരെ നിസ്സാരനായി ഹുതമ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. വമാ അദ്റാക മൽ ഹുതമ, ആ ഹുതമ എന്താണെന്നറിയുമോ നബിയേ? നാറുല്ലാഹിൽ മൂഖദ, അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ച നരകമാണ്, ജ്വലിക്കുന്ന നരകമാണ് നാറുല്ലാഹിൽ മൂഖദ. അല്ലാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൊട്ടടുത്തൊരു പ്രയോഗം കൂടി അതിനോട് അല്ലാഹു ചേർത്ത് വെച്ചു. അല്ലദീ നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന, ഹൃദയങ്ങളിലേക്ക് ഉപബോധ മനസ്സിനെ കത്തിച്ചുകളയുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളെ കത്തിച്ചുകളയുന്ന അത്യുജ്വലമായ ജ്വലിപ്പിക്കപ്പെട്ട തീയാണ് ഹുതമ എന്ന നരകം. അപ്പൊ പല നരകങ്ങൾ, പലതരത്തിലുള്ള നരകങ്ങൾ. ഈ നരകത്തിലേക്കാണ് ഈ സ്വഭാവ ഗുണങ്ങളുള്ള ആളിനെ വലിച്ചെറിയുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഏത് നരകം? കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. എന്താണ് നബിയെ ഹുതമ എന്ന് അറിയോ? നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ
ഫീ അമദിൻ മുമദ്ദദ. ഈ സൂറത്തിന്റെ അടുത്ത ഒരു പകുതി നരകത്തിന്റെ ആ ഒരു കാഠിന്യത്തെ അല്ലാഹു തആല പറഞ്ഞു തരുന്ന പകുതിയാണ്. നിസാരമായി നരകത്തിലേക്ക് വലിച്ചെറിയും. കത്തിജ്വലിക്കുന്ന നരകം, അല്ലാഹു തആല തയ്യാറാക്കിയ ആ നരകത്തിലേക്ക് ഈ സ്വഭാവ ഗുണങ്ങളുള്ളവനെ നിസാരമായി വലിച്ചെറിയുന്ന ഒരു ദിവസം. എന്നു മാത്രമല്ല, ആ തീയുടെ കാഠിന്യമാണ് അല്ലാഹു തആല പറഞ്ഞ ചില പ്രയോഗങ്ങളൊക്കെ. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, അല്ലാഹു തആല കത്തിച്ച നരകം നാറുല്ലാഹിൽ മൂഖദ അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ. ആ നരകത്തിന്റെ തീ ഹൃദയങ്ങളിലേക്ക് പടരുന്ന തീയാണ്. അതായത് ചെറിയ തീയൊന്നും അല്ല. സാധാരണ ഒരു തീപിടുത്തത്തിലോ പ്രയാസത്തിലോ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ ബോധരഹിതനായി പോകാൻ സാധ്യതയുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ബോധം കെട്ട് പോകും. എന്നാൽ നരകം അനുഭവിക്കുന്ന മനുഷ്യൻ ഒരിക്കൽ പോലും ബോധം കെട്ടു പോവുകയില്ല. ഒരിക്കൽ പോലും. നമ്മളൊരു വലിയ പ്രയാസത്തിലേക്ക് എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? ബോധം കെട്ടുപോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഒരു അപകടത്തിൽ പെട്ടുപോയാൽ, അല്ലെ നമുക്ക് ആ അപകടം പറ്റി, പക്ഷെ അതിന്റെ ഇടയിൽ വെച്ച് നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഈ ബോധക്കേട് നരകത്തിലില്ല. നരകത്തിലെ ആ തീ അവന്റെ ഹൃദയങ്ങളെ കരിച്ചു കളയുന്ന തീ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം? ഇതൊക്കെ വന്നത് അവന്റെ കൽബിലാണല്ലോ, അല്ലേ? ഒരാളെ അവഹേളിക്കാനുള്ള ചിന്ത വന്നത് എവിടെയാണ്? കൽബിൽ. മോശം പറയാനുള്ള വിചാരം വന്നത്, ഒരാളെ കുറിച്ച് മോശം വിചാരിച്ചത് എവിടെയാണ്? കൽബിൽ. ഒരാളെ കുറിച്ച് കുത്തുവാക്ക് പറയാനുള്ള ആശയം വന്നത് എവിടെയാണ്? കൽബിൽ. ഇതെല്ലാം വന്ന ഹൃദയല്ലേ? സ്വന്തമായി കയ്യിൽ സമ്പത്ത് വന്നപ്പോ അള്ളാഹുവിനെ മറന്നുപോയത് ഹൃദയം കൊണ്ടല്ലേ? ആ ഹൃദയത്തെ കരിച്ചു കളയുന്ന തീ വെറുതെ അങ്ങനെയാണ് പോവില്ല. ആ നരകത്തിന്റെ ശിക്ഷയിൽ എത്തിപ്പെടുന്ന സമയത്ത് ഇത് ഞാൻ ചെയ്തതിനുള്ളതാണല്ലോ എന്ന് കൽബ് തോന്നിക്കും. ഓരോന്നും അങ്ങനെയാണ്. ഇതൊക്കെ ഞാൻ ദുനിയാവിൽ ഇന്നത് ചെയ്തു പോയല്ലോ, ഇന്നത് പറഞ്ഞു പോയല്ലോ, ഇന്നത് പ്രവർത്തിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കാത്തൊരവസ്ഥ നരകത്തിലില്ല എന്നാണ്. ഇത് വെറുതെ എന്നെ ശിക്ഷിക്കല്ല, ഞാൻ ദുനിയാവിൽ ചെയ്തതൊക്കെയും മനസ്സിലേക്ക് വരികയാണ്. അവസാനിപ്പിക്കുന്നത് അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ. അല്ലാഹു നരകത്തിന്റെ തീയിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ഭാര്യമാർ, നാമുമായി ബന്ധപ്പെട്ട ആരെല്ലാം എവിടെയെല്ലാം ഉള്ളവർ, നമ്മളോട് പരിചയമുള്ളവർ, നമ്മുടെ സ്നേഹിതർ, സഹായികൾ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകം ഭയാനകമാണ്. അള്ളാഹു ഈ സൂറത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ ആരെയും നരകം കാണുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹാ അലൈഹിം ഉസദ. ആ നരകത്തിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തു വരാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. ആ നരകം മൂടപ്പെട്ടതാണ്. ഇന്നഹാ അലൈഹിം ഉസദ. അവരുടെ മേലത് അടച്ചു കളഞ്ഞു. ഫീ അമദിൻ മുമദ്ദദ. ആ നരകം നിലകൊള്ളുന്നത് നീട്ടി ഉണ്ടാക്കിയ തൂണുകളിലാണെന്ന് ഖുർആൻ പറയുന്നു. നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ പല സ്ഥലങ്ങളിലും ചെന്നാൽ നമുക്ക് കാണുന്നതാണ്. എന്താണ്? ബിൽഡിങ്ങുകൾക്ക് പില്ലറുകൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്. ഖുർആൻ പറയാണ് നരകത്തിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. നരകത്തിന്റെ ഒരു സ്ട്രക്ചർ ശക്തമായ തൂണുകളിൽ നീട്ടി ഉണ്ടാക്കപ്പെട്ട രീതിയിൽ, അതായത് ആഴം, താഴോട്ട് ആഴമുള്ള രീതിയിൽ മേൽഭാഗം അടച്ചുകളയാവുന്ന തരത്തിലാണ് നരകത്തിന്റെ ശൈലിയുള്ളത് എന്ന് മഹാന്മാരായ ചില മുഫസ്സിറുകൾ ഈ രണ്ടായത്തുകളെ വിശദീകരിക്കാം. നരകത്തിന്റെ ഒരു ശൈലി പറഞ്ഞാണ് നീട്ടി ഉണ്ടാക്കപ്പെട്ട തൂണുകളിൽ വളരെ നീളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫീ അമദിൻ മുമദ്ദദ. ഈ തൂണുകളിൽ അല്ലാഹു തആല നരകത്തെ ബന്ധിച്ചിങ്ങനെ താഴേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക്, അതിന്റെ നീളം വലുതാണ്, അതിന്റെ മുഖതാവ് അടച്ചു കളയുന്നതാണ്. ഇനി ആയത്തിന്റെ ആശയം അവസാനിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ മുഖം അടച്ചു കളയുന്ന നീളമേറെയുള്ള, നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പം മന്തിക്കട ഇല്ലാത്ത സ്ഥലമില്ല, അല്ലേ? എല്ലാ സ്ഥലത്തും ഉണ്ട്. മന്തിക്കട ഇല്ലാത്ത സ്ഥലമുണ്ടോ? ഇല്ല. അവിടെ ചെന്നാൽ ഈ മന്തി ഉണ്ടാക്കുന്ന കുഴി നമുക്ക് കാണാൻ പറ്റും. കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ, ഒറിജിനൽ കുഴിമന്തി ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് കാണാൻ പറ്റും. അതിന് മുകൾ ഭാഗം കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിനൊരു അടപ്പുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരാളോട് നമ്മൾ പറയാണ് അതിന്റെ ഉള്ളിൽ ഒരു 10-200 കോഴി എന്താവുന്നുണ്ട്, വെന്ത് പാകപ്പെട്ട് വരുന്നുണ്ട്. ആ മൂടി തുറന്നാൽ എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ നമുക്ക് ചോറും കോഴിയൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഈ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വലിയ കുഴികൾ, അതിന്റെ ഉള്ളിൽ കനൽക്കട്ടകളും തീയും എല്ലാം അതിന്റെ മേൽഭാഗം അടച്ചു കളഞ്ഞിരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നോ, അതിന്റെ ഉള്ളിലെ ചൂടെന്താണെന്നോ, തീ എന്താണെന്നോ ഒന്നും എന്ത് ചെയ്യില്ല, മനസ്സിലാവണമെന്നില്ല. അത് വെന്ത് പാകപ്പെടുമ്പോ അതിന്റെ മൂടി തുറന്ന് ആ കനൽക്കട്ടയിൽ നിന്നാണ് ഭക്ഷണം പുറത്തേക്ക് എടുക്കുന്നത്.
ഇതിൻ്റെ എല്ലാം മാംസം വെന്ത് ഉരുകി അതിൻ്റെ നെയ്യിറങ്ങി അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചോറ് വെന്ത് പാകപ്പെട്ടു വരുന്നത് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നില്ലേ? ഇനി നരകത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു പറഞ്ഞ വാക്കുകൾ, ഇന്നഹ അലൈഹിം മുഅ്സദ, അതിൻ്റെ മേൽഭാഗം, അതിൻ്റെ മൂടി അല്ലാഹു തആല അടച്ചു കളയും. ഫീ അമദിൻ മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട തൂണുകളിൽ, സ്തംഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴിക്കുന്നതും കാണുന്നതും എല്ലാം നമുക്ക് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ഉള്ളതാണ്. പറഞ്ഞു വന്നതിൻ്റെ രത്നച്ചുരുക്കം, ഒരാളിൻ്റെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന ആദ്യത്തെ വാക്ക് തന്നെ നമ്മളോട് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ നേരത്തല്ലേ പറഞ്ഞത്, ഈ ദിവസം ഏതാണ്, ഈ മാസം ഏതാണ്, ദുൽഹജ്ജാണ്, ഈ സ്ഥലം ഏതാണ്, ഇതിന്റെ മൂന്നിന്റെയും പവിത്രത ഊന്നി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിച്ചി ചീന്താൻ ഒരുത്തനും അള്ളാഹു അവസരം നൽകിയിട്ടില്ല, അവകാശം നൽകിയിട്ടില്ല. ഒരു മനുഷ്യന്റെയും അഭിമാനം പിച്ചി ചീന്താൻ അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരാളിന്റെ അഭിമാനം നമ്മുടെ നാവുകൊണ്ടോ കണ്ണുകൊണ്ടോ ശരീരം കൊണ്ടോ നാം പിച്ചി ചീന്താൻ ഇറങ്ങിയാൽ അവിടെ നമ്മെ കാത്തിരിക്കുന്നത് ഈ നരകമാണ്. മൂടിയടയ്ക്കപ്പെട്ട സ്തംഭങ്ങളിൽ ഒരുക്കപ്പെട്ട കത്തിജ്വലിക്കുന്ന ഹൃദയങ്ങളെ വിഴുങ്ങുന്ന തീ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെയും മാനത്തെയോ അഭിമാനത്തെയോ നഷ്ടപ്പെടുത്തുന്ന, കളങ്കപ്പെടുത്തുന്ന ഒരു വാക്കും നമ്മിൽ നിന്ന് വരരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ശ്രദ്ധയുള്ളവരാകണം. നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകളിൽ ഒരിക്കലും ഒരു അഹങ്കാരം നമ്മുടെ ഖൽബിൽ വരരുത്. നല്ല ശുക്റുള്ള, നന്ദിയുള്ളവരാകണം. അല്ലാഹു ഈ സൂറത്ത് പഠിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും നല്ലവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് അല്ലാഹുവേ സൂറത്തുൽ ഹുമസ ഞങ്ങൾ പഠിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. നിന്റെ വാക്കുകളാണ് റബ്ബേ. നിന്റെ അളമത്തിന് വിരുദ്ധമായി ഞങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു നൽകണം റഹ്മാനെ. നീയാണെല്ലാം അറിയുന്ന റബ്ബ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകളെ നന്നാക്കി തരണം റഹ്മാനെ. നീ നാശം പിടിച്ചു പോകുമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലൊന്നും ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ മാതാപിതാക്കളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാളെയും നീ ആക്കിക്കളയല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ സ്വഭാവമൊക്കെ നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പല മോശ സ്വഭാവങ്ങളുമുണ്ട്, നീ നന്നാക്കി തരണം റഹ്മാനെ. നിന്റെ ഖുർആൻ കൊണ്ട് ഞങ്ങളെ നീ സംസ്കരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഇൽമു നൽകണേ അല്ലാ. അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരിക്കലും ഞങ്ങളെ ആരെയും, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, ഇത് കേൾക്കുന്നവർ, അല്ലാഹുവേ, നിന്റെ നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് റബ്ബേ. ഞങ്ങളെ ആരെയും കല്ലാലയുംബദന്ന ഫിൽ ഹുതമ, ഹുതമയിലോ മറ്റൊരു നരകത്തിലോ ഞങ്ങളെ നീ വലിച്ചെറിയല്ലേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെയോ മക്കളെയോ ഞങ്ങളോട് കടമപ്പെട്ട ഒരാളെയും അല്ലാഹുവേ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിൽ പോകാനുള്ള സ്വഭാവ ഗുണങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾക്കൊക്കെയും നീ സലാമത്തും ഖൈറും ചൊരിയണേ അല്ലാ. ഞങ്ങൾ തുടങ്ങി വെച്ചതെല്ലാം ഖൈറായ നിലയിൽ നീ പൂർത്തീകരിച്ചു നൽകണേ അല്ലാ. നിന്റെ കാവലും സഹായവും ഞങ്ങൾക്കെപ്പോഴും നൽകണേ അല്ലാ. ഞങ്ങളെവിടുന്ന് മരിച്ചാലും കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. അപകടങ്ങളിലോ അപകട മരണങ്ങളിലോ ഞങ്ങളെ നീ ആക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ പെടുത്തിക്കളയല്ല അല്ലാ. ആത്മഹത്യകളിലേക്ക് ഞങ്ങളെ ആരെയും നീ തള്ളിവിടല്ല അല്ലാ. റബ്ബേ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ട മഹാന്മാരായ ഉസ്താദുമാർ, അല്ലാഹു അവരുടെയൊക്കെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.